ഏറ്റവും പ്രിയമുള്ള ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെ, നമുക്ക് ഇന്നത്തെ പ്രഭാതവും പ്രാർത്ഥനയോടെ ആരംഭിക്കാം. ഏറ്റവും മനോഹരമായ തിരുവചനം തുറന്നുകൊണ്ട് ആരംഭിക്കാം. 16-ാം സങ്കീർത്തനം, പ്രൈസ് ദി ലോർഡ്, അതിൻ്റെ 7-ാമത്തെ വാക്യം. എനിക്ക് ബുദ്ധി ഉപദേശിച്ചെന്ന യഹോവയെ ഞാൻ വാഴ്ത്തും. അങ്ങനെ വാഴ്ത്തു എന്ന് പറഞ്ഞാൽ പോരെ, വാഴ്ത്തണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്തിനാ? ബുദ്ധി ഉപദേശിച്ചു തന്നതിന്, പോകേണ്ട വഴി കാണിച്ചു തന്നതിന്. ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരും. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. നടക്കുന്ന വഴിയല്ല, നടക്കേണ്ട വഴി. ഈ ലോകത്തിൽ ഇപ്പോൾ 800 കോടി മനുഷ്യരുണ്ട്. അവരെല്ലാം അവരവരുടെ വഴികളിൽ നടക്കുന്നു. അവരവരുടെ വഴികളിൽ നടക്കുന്നു. കാറിൽ യാത്ര ചെയ്യുന്നവർക്ക്, ബൈക്കിൽ യാത്ര ചെയ്യുന്നവർക്ക്, ബസ്സിൽ യാത്ര ചെയ്യുന്നവർക്കൊക്കെ ശ്രദ്ധിച്ചാൽ പഠിക്കാവുന്ന കാര്യമുണ്ട്. ഈ തിരക്കിനിടയിലും വഴി മാറ്റിയെടുത്ത് പോകാൻ കഴിവുള്ളവരുണ്ട്. അപ്പം അവരവരുടെ വഴിയിൽ അവരവർ പോകുന്നു. എന്നാൽ ദൈവ വഴിയിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്ന ചിലരിവിടെയുണ്ട്. എനിക്ക് ഏറ്റവും കൊതിയുള്ള കാര്യമാണ്, ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. അതിന് ഞാനൊരു കണക്ഷൻ എടുക്കണം, അല്ലേ? ഇപ്പം ഞാൻ വീട് വെച്ചിരിക്കുന്ന സ്ഥലത്ത് BSNL സിഗ്നലില്ല, എയർടെല്ലിന് സിഗ്നലില്ല, ഐഡിയയ്ക്കും സിഗ്നലില്ല. പിന്നെന്താ ചെയ്യുക? അങ്ങനെ ഞാൻ ജിയോ എടുത്തു. അപ്പോൾ കണക്ഷനുണ്ട്, സിഗ്നലുണ്ട്. നിങ്ങളൊരു കണക്ഷൻ എടുക്കണം. അത് ദൈവവുമായിട്ടൊരു ആഴമുള്ള ബന്ധമാണ്. അങ്ങനെ ആ ബന്ധത്തിൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് പിന്നെ വഴിതെറ്റത്തില്ല. ഇതാണ് നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന വചനം. അതിനകത്തൊരു ദൂതെന്ന് പറഞ്ഞാൽ ദൈവശബ്ദം എന്നാണ് അതിൻ്റെ അർത്ഥം. അതെന്താണെന്നറിയാമോ? രാത്രികാലങ്ങളിലും, ഈവൻ അറ്റ് നൈറ്റ്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ രാത്രികളുണ്ട്. ശരിക്കും നമുക്ക് അഡ്വൈസ് വേണ്ടത് അന്നേരം. ഓ ജീസസ്, ഹല്ലേലൂയ. ഈവൻ അറ്റ് നൈറ്റ് മൈ ഹാർട്ട് ടീച്ചസ് മീ. ഈ ജോസഫിൻ്റെ രാത്രികൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരെണ്ണം പൊട്ടക്കുഴിയിലെ രാത്രി, പൊട്ടക്കുഴി എന്ന രാത്രി. മറ്റൊന്ന് പൊത്തിപ്പേറിൻ്റെ വീട്ടിലെ രാത്രി. മറ്റൊന്ന് കാരാഗ്രഹത്തിലെ രാത്രി. ആ രാത്രിയിലൊക്കെ അവൻ്റെ അന്തരംഗം, അവൻ്റെ സ്പിരിറ്റ്, ഇന്നർ മാൻ അവനോട് പറഞ്ഞു, നീ പേടിക്കണ്ട, നിനക്കൊന്നും പറ്റത്തില്ല. എന്ത് കള്ളത്തരം പറഞ്ഞുണ്ടാക്കിയാലും നിനക്കൊന്നും പറ്റത്തില്ല. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കുക, അവനൊരു ബലാത്സംഗത്തിൽ പ്രതിയല്ലേ. പോസ്കോ കേസ് വരെ ഉണ്ടാക്കാവുന്ന കേസല്ലേ, അല്ല, പ്രായപൂർത്തിയായതാണ്. എന്നാൽ പോലും ഒരിക്കലും വെളിച്ചം കാണാത്ത കേസ് അവൻ്റെ പേരിൽ ഉണ്ടാക്കാമായിരുന്നു. പക്ഷെ അവൻ്റെ അന്തരംഗം അവനെ ഉപദേശിച്ചു, യു ഡോണ്ട് വറി, നിനക്കൊന്നും പറ്റുകയില്ല, ഇതൊന്നും നീ കേട്ട് പേടിക്കണ്ട. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ രാത്രികളെക്കുറിച്ച് എനിക്കൊരു പുസ്തകം എഴുതാനുണ്ട്. എൻ്റെ രാത്രികളിലാണ് ഞാൻ എൻ്റെ അഡ്വൈസറെ കണ്ടത്. ഹല്ലേലൂയ. ഇതൊരു പ്രസംഗമായിരുന്നെങ്കിൽ ഞാൻ ഒത്തിരി ഉറക്കെ പറഞ്ഞേനെ. നമ്മുടെ രാത്രികളിലാണ് നമുക്കൊരു അഡ്വൈസർ വേണ്ടത്. എന്ത് ചെയ്യരുത്, എന്ത് ചെയ്യണം, എന്ത് പറയരുത്, എന്ത് പറയണം, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ നമുക്ക് വരും. നമ്മൾ കുഴയുന്ന നിമിഷങ്ങൾ, നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മളെ കുറ്റപ്പെടുത്തുന്ന സമയങ്ങളൊക്കെ ജീവിതത്തിൽ വരും. ഇതൊക്കെ ഒരു സമയം കഴിയുമ്പോൾ അങ്ങ് മാറുമെന്നേ. അതുകൊണ്ട് എൻ്റെ ഈ വചനങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്ന് രാത്രികളിലാണോ? നിങ്ങളുടെ രാത്രിയാണോ ഇപ്പം? 2025 നിങ്ങളെ ഒരു കുരിരുട്ടിലാണോ? പേടിക്കണ്ട, ഇവിടെയും അഡ്വൈസർ ഉണ്ടാവും. God bless you.
സ്തോത്രം.